إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ, വിലക്കുകൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ആദ്യത്തെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ. ഈ അവസരത്തിൽ വിശ്വാസികളെന്ന നിലക്ക് ഈ പവിത്രമായ മാസത്തിൻ്റെ അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമൊക്കെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ആരാധനകൾ വർദ്ധിപ്പിച്ചും നമ്മുടെ നന്മകൾ വർദ്ധിപ്പിച്ചുമൊക്കെയാണ് ഈ ദിവസങ്ങളിലൂടെ കഴിഞ്ഞു പോകേണ്ടത്. നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ അത് വേദഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയ ഒരു പവിത്രമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തും ഇഞ്ചീലും സബൂറും വിശുദ്ധ ഖുർആനുമൊക്കെ അവതരിപ്പിച്ച പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻഗാമികളൊക്കെ ഖുർആനുമായി കൂടുതൽ ബന്ധം വെച്ചു പുലർത്താൻ ഈ മാസത്തെ സ്വീകരിച്ചിരുന്നു എന്നതും അവരുടെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഗ്രന്ഥമിറക്കിയ മാസമാണ് റമളാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനുമായി ബന്ധം കൂടുതൽ വെച്ചു പുലർത്താനുള്ള ഒരു മാസമായി റമളാനിനെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന ഓരോ കാര്യങ്ങളും
വിശ്വാസികളെ മനസ്സിൽ തറക്കുന്ന ധാരാളം പ്രയോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ. ഖുർആനിനെ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഇതൊരു ആത്മാവാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ തഖ്വ വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് നനവ് വർദ്ധിപ്പിക്കാൻ ഇതൊരാത്മാവെന്നോളം നിങ്ങൾക്ക് നാം ഇറക്കിത്തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി. ആ ആയത്തിൻ്റെ അവസാനത്തിൽ ഇതൊരു പ്രകാശമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രഭയായി, ഒരു പ്രകാശമായി, നിങ്ങളുടെ അന്ധകാരം മൂടിയ ഹൃദയങ്ങളിലേക്ക് നിങ്ങൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തുന്ന പ്രാർത്ഥനകളിൽ ദുഃഖം വന്നാൽ, സങ്കടം വന്നാൽ, മനപ്രയാസം വന്നാൽ നടത്തുന്ന ആ വിശാലമായ പ്രാർത്ഥനയിലെ വരികളിലൊന്ന് അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വ നൂറ സദ്രി വ ജിലാ ഹുസ്നി വ ദഹാബ ഹമ്മി. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ, എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കി തരണേ. എൻ്റെ സങ്കടങ്ങൾ അകറ്റുന്ന, എൻ്റെ വേദനകൾ അകറ്റുന്ന, എൻ്റെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുന്ന, എൻ്റെ ദുഃഖങ്ങളും വേദനകളും ഈ ഖുർആനിൻ്റെ മുന്നിൽ അകന്നു പോകുന്നതാക്കി എനിക്ക് നീ ഖുർആനിനെ പരിവർത്തിപ്പിച്ചു തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റൊരിക്കൽ ഖുർആൻ സൂചിപ്പിച്ചത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വ റഹ്മ. നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് അതൊരു കാരുണ്യമായിക്കൊണ്ടാണ്, നിങ്ങളുടെ ശമനമായിക്കൊണ്ടാണ്. നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾക്ക്, നിങ്ങളുടെ ശാരീരിക പ്രയാസങ്ങൾക്ക്, നിങ്ങളുടെ ആദർശ പ്രശ്നങ്ങൾക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം ഒരു ശമനമാണ്, നിങ്ങൾക്കൊരു കാരുണ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളം വാചകങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനൊരു വസന്തമായി, ഖുർആനൊരു പ്രഭയായി, ഖുർആനൊരു പ്രകാശമായി, ഹൃദയത്തിന് കുളിരേകുന്ന ഒരു വസന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. പക്ഷേ നമ്മൾ ഇത്രയും കാലം ഖുർആനുമായി ജീവിച്ചിട്ട് നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളിലേക്കൊരു പ്രകാശമായി ഖുർആൻ മാറിയിട്ടുണ്ടോ? നമുക്കൊരു വസന്തമായി, ഹൃദയത്തിന് ശമനം ലഭിക്കുന്നൊരു കാരുണ്യമായി ഖുർആൻ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ഖുർആനിനോട് കാണിക്കേണ്ടുന്ന ബാധ്യതകൾ മുഴുവൻ നിർവഹിക്കാതെ പോയി എന്നതുകൊണ്ടാണ് ഖുർആൻ ഈ ഓഫർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേട്ട് കരയുകയും അവിടുന്ന് ഹൃദയം പൊട്ടുകയും അവിടുന്ന് തേങ്ങി തേങ്ങി കരയുകയും ചെയ്യുന്ന ചിത്രങ്ങൾ, ഹദീസുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മുടെ എത്ര പേരുടെ ഹൃദയങ്ങൾ അതിൻ്റെ മുന്നിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കൊരു പ്രകാശമായി, ഒരു പ്രഭയായി ഖുർആൻ നമ്മുടെ സങ്കടങ്ങൾ അകറ്റുന്ന ഒരു ഗ്രന്ഥമായി നമുക്കത് മാറാത്തത് എന്താണ്? അങ്ങനെ മാറുന്നില്ല എങ്കിൽ ഖുർആനിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഒരുപാട് ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടാണ് ഖുർആൻ നമുക്ക് ഓഫർ ചെയ്ത പല കാര്യങ്ങളും കിട്ടാതെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിനോട് വിശ്വാസികൾ ധാരാളം ബാധ്യതകൾ കാണിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുർആൻ നന്നായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധ റമളാനിലാണുള്ളത്. റമളാൻ മാസത്തിൽ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവർ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. ഖുർആൻ ഓരോ ദിവസവും ഒരു ഖത്തം പാരായണം ചെയ്ത ആളുകളെ നമ്മൾ മുൻഗാമികളിൽ വായിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ 2 ഖത്തമുകൾ പാരായണം ചെയ്ത ആളുകളെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനുമായി ധാരാളം റമളാൻ മാസത്തിൽ ബന്ധം വെച്ച് പുലർത്തുന്ന മനുഷ്യരെ, വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയതൻ യർജൂന തിജാറത്തൻ ലം തബൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, അല്ലാഹു നൽകിയ സ്വത്തിൽ നിന്നും അവർ രഹസ്യമായും പരസ്യമായും ഒക്കെ സ്വതക്ക ചെയ്യുന്ന, ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യർ, അവർ നഷ്ടം വരാത്തൊരു കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കച്ചവടത്തിൽ നഷ്ടമില്ല. ഖുർആനിന് മുന്നിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റുകളും നമുക്ക് നഷ്ടമായി ഭവിക്കില്ല എന്നത് ഉറപ്പാണ്. അതിൻ്റെ ഓരോ സെക്കൻഡുകൾക്ക് പ്രതിഫലമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന. ആരെങ്കിലും ഒരു അക്ഷരം പാരായണം ചെയ്താൽ അവൻക്കൊരു പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒന്നല്ല അത് 10 ഇരട്ടിയായി അവൻ നിനക്ക് നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, നമ്മളൊരു പേജ് പാരായണം ചെയ്താൽ എത്രയോ അക്ഷരങ്ങളിലൂടെ, ഒരു മണിക്കൂർ പാരായണം ചെയ്താൽ ആയിരക്കണക്കിന് 10,000കണക്കിന് അക്ഷരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അതിൻ്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ നഷ്ടം വരാത്തൊരു കച്ചവടമാണ് എന്ന് ഖുർആൻ പറഞ്ഞ വാക്യം വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബി, അത് ആ ഖുർആനിൻ്റെ ആളുകൾക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് നാളെ ശുപാർശകനായി കൈപിടിക്കാൻ നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഖുർആനാണ് ഉണ്ടാവുക, അതിൻ്റെ വരികളാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. റമളാൻ മാസം കടന്നു വന്നാൽ എല്ലാ പഠനങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും പൂർണ്ണമായി മാറ്റിവെച്ച് ഖുർആൻ്റെ മുന്നിൽ തപസ്സിരിക്കുന്ന, അതിൻ്റെ മുന്നിൽ മുഴുവൻ സമയം ചെലവഴിക്കുന്ന ഇമാം മാലിക് റഹിമഹുള്ളയെ പോലുള്ള മുൻഗാമികളെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ പരിശുദ്ധമായ റമളാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഖുർആൻ ധാരാളമായി ദീർഘമായി മണിക്കൂർ കണക്കിന് സമയം പാരായണം ചെയ്യാൻ നമ്മൾ തീർച്ചയായും സമയം കണ്ടെത്തേണ്ടത്. ഏറ്റവും നല്ല ബാധ്യത, ഖുർആനോട് കാണിക്കേണ്ട ഏറ്റവും നല്ല ബാധ്യതകളിൽ ഒന്ന് ഖുർആൻ ദീർഘമായി നമ്മൾ ഖത്തമുകൾ ഈ പരിശുദ്ധ റമളാനിൽ ഓതി തീർക്കുക എന്നതാണ്. അത് തെറ്റുകൂടാതെ തജ്വീദനുസരിച്ച് പരമാവധി നമ്മൾ സൂക്ഷ്മത പാലിച്ച് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുക എന്നത്, അത് അർത്ഥമറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ദീർഘസമയം ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്രയും ദിവസങ്ങളിവിടെ കടന്നുപോയി, ഇത്രയും ദിവസങ്ങൾ കടന്നുപോയിട്ട് നമ്മൾ എത്ര പേജുകളിവിടെ പാരായണം ചെയ്തു? 2 ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ചുരുങ്ങിയത് 2 ജുസെങ്കിലും പാരായണം ചെയ്ത് തീർക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അതിലേറെ പാരായണം ചെയ്ത് തീർക്കേണ്ടവരാണ്. നമ്മൾ ഈ അവസരത്തിലേക്ക് എത്തിയിട്ടും നമ്മൾ എത്ര പേജുകളിവിടെ പാരായണം ചെയ്തു, നമ്മൾ എത്ര ജുസുകൾ കടന്നുപോയി, നമ്മൾ ഖുർആനിൻ്റെ എത്ര പേജുകളിവിടെ മറിച്ചു കഴിഞ്ഞു എന്നീ അവസരത്തിൽ ആലോചിക്കുക. ഇല്ല എങ്കിൽ ഈ പരിശുദ്ധ റമളാൻ നമുക്ക് നഷ്ടമായി ഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നമുക്ക് നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ, ഖുർആനുമായി ബന്ധം കൂട്ടിയുറപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും, എല്ലാ സാധ്യതകളും തുറന്നു തന്നിട്ടും നമുക്കതിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ 30 പകലുകൾ 30 രാത്രികൾ അതിവേഗത്തിൽ നമ്മിൽ നിന്നും കടന്നുപോയാലും നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷ്മത വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമതായി ഖുർആനോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ, ഒന്ന് ഖുർആൻ നന്നായി കേൾക്കുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓതാനേൽപ്പിച്ച് പ്രവാചകൻ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ ഒരു വിശ്വാസി ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് ഖുർആനിനോട് കാണിക്കേണ്ട ബാധ്യതകളിൽ ഒന്നാണ്. ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആൻ കേൾക്കുക എന്നത് ഒരു നല്ല കാര്യമാണ്. ഖുർആൻ കേൾക്കുമ്പോൾ അത് അർത്ഥമറിയില്ലെങ്കിൽ പോലും ഒരു വിശ്വാസി ഹൃദയത്തിൽ അലിവുണ്ടാക്കാൻ ആ ഖുർആനിന് സാധിക്കുന്നുണ്ട്. അത് അർത്ഥമറിഞ്ഞ് കേൾക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം പഠിച്ചൊരു ഭാഗങ്ങളാണ് കേൾക്കുന്നെങ്കിൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് നമ്മുടെ അലിവ് വരുത്താനും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും ഖുർആൻ കാരണമാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് നമുക്കിന്ന് ധാരാളം സംവിധാനം കൊണ്ട് നമ്മുടെ പീസ് റേഡിയോയിൽ ഒരു ഭാഗം തന്നെ ഖുർആൻ കേൾക്കാനുള്ള സംവിധാനങ്ങളാണ്. അതല്ലാത്തയും നല്ല മുതിർന്ന ഹറമിലും 2 ഹറമുകളും ഇമാമുകളായ നല്ല കാര്യങ്ങളുടെ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുന്ന ധാരാളം ആളുകളുടെ ഖുർആനുകൾ ഇന്ന് കേൾക്കാൻ യൂട്യൂബുകളിൽ മറ്റ് ഇതര സംവിധാനങ്ങളൊക്കെയുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഖുർആൻ നന്നായി കേൾക്കുക, നമ്മുടെ പാരായണം ശുദ്ധീകരിക്കുക, തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാനുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ ഈ റമളാൻ മാസത്തെ അതല്ലാത്ത മാസങ്ങളിലും ഉപയോഗിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു ബാധ്യത നമ്മൾ ഖുർആനിനോട് കാണിക്കേണ്ടത് ഖുർആൻ നന്നായി പഠിക്കുക, അത് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നന്നായി ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരാൾ ഖുർആൻ പഠിക്കുക, അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക, ഒരു ദിവസം ഒരായത്തെങ്കിലും അധികം പഠിക്കുക, തൊട്ടടുത്ത് പരിസരങ്ങളിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നതൊക്കെ ഒരു വിശ്വാസിയിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. അവനൊരു വിശ്വാസിയാണെങ്കിൽ, അവൻ അള്ളാഹുവിൽ പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അള്ളാഹുമായി എത്ര ബന്ധമുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മൾ എത്ര ഖുർആനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് അള്ളാഹുമായി എത്ര ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വളരെ വേഗത്തിൽ മനസ്സിലാകണമെങ്കിൽ എനിക്ക് ഖുർആനുമായി എത്ര ബന്ധമുണ്ട്, ഞാനതെത്ര പഠിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്,
എൻ്റെ സമയം മൊബൈലുകളിലാണോ, ഖുർആനുകളിലാണോ, അതല്ല മറ്റ് ഇതര സമയങ്ങളിലാണോ ഞാൻ ചിലവഴിക്കുന്നത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ആലോചിച്ചാൽ തന്നെ നമുക്ക് അള്ളാഹുമായി പരലോകത്തോടത്ര വിശ്വാസമുണ്ട്, നമുക്കതിനോട് എത്ര കണ്ട് ബന്ധം പുലർത്താൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് നേടുന്നൊരു വഴികളിലേക്ക് സഞ്ചരിച്ചാൽ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, മറ്റു ഇതര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ആ വഴികളിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുന്നുവെങ്കിൽ അവൻക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഒരാൾ നന്മ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ ഒരാൾ ശ്രമിച്ച് അതിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഖുർആൻ പഠിച്ചവർക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും വലിയ പ്രാധാന്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഏറ്റവും നന്നായി പഠിച്ചവരാണ് ആ പള്ളിയിൽ ഇമാമ് നിൽക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനേറെ, രണ്ടാളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ രണ്ടുപേരെയും മയ്യത്ത് ഖബറിലേക്ക് അടക്കി വെക്കുമ്പോൾ അതിലാദ്യം ആരെയാണ് ഇറക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിലേറ്റവും നന്നായി ഖുർആൻ പഠിച്ചവരെ ഇറക്കി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ ധാരാളമായി ദീർഘമായി പഠിക്കുന്ന ഒരാൾക്ക് ഇഹലോകത്തും പരലോകത്തുമൊക്കെ വലിയ ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ നന്നായി പഠിക്കുക, അത് പഠിക്കാൻ സമയം കണ്ടെത്തുക. അതിനൊരുപാട് സംവിധാനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. നമ്മുടെ മൊബൈലുകൾ വെറുതെ ഒന്ന് തുറന്നു വെച്ച് നമ്മൾ അനക്കിയാൽ ധാരാളം ഖുർആൻ പഠിക്കാനുള്ള ചാനലുകൾ, സംവിധാനങ്ങൾ, ആപ്പുകൾ ഇന്ന് നമ്മുടെ മുന്നിലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തുക. ഒരു കാരണവും നമുക്കതിന് മുന്നിൽ പറയാൻ നമുക്ക് സമയമില്ല, നമുക്കതിന് കഴിയുന്നില്ല, നമുക്ക് നേരമില്ല എന്നൊന്നും പറയാൻ നമുക്ക് യാതൊരുവിധ നിവൃത്തിയുമില്ലാത്ത വിധം നമ്മുടെ കൺമുന്നിലേക്ക് ഖുർആനിൻ്റെ പഠനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് പഠിക്കുക, അതിന് മനസ്സ് വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരിശുദ്ധ റമദാനിൽ ഞാനൊരു ആവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷയൊന്ന് വായിക്കും. അതല്ലെങ്കിൽ അമാനി മൗലവി റഹിമുള്ളയുടെ ഏതെങ്കിലും കുറഞ്ഞ സൂറത്തുകൾ ആ തഫ്സീർ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനൊന്ന് പഠിക്കും എന്ന് തീരുമാനിക്കാൻ ഈ റമദാനിലെങ്കിലും നമ്മൾ തയ്യാറാവുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മെ ഉറപ്പെടുത്താനുള്ള. അടുത്തൊരു കാര്യം, നമ്മൾ ഖുർആനുമായി നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ ആലോചിക്കുക എന്നുള്ളത്. ഖുർആൻ ശരിക്കും ആലോചിച്ച് മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ അക്ഷരങ്ങൾക്കിടയിലൂടെ, അതിൻ്റെ വരികൾക്കിടയിലൂടെ ഖുർആൻ ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ അത് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. ഖുർആനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ എന്താണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങുന്നില്ലേ? നിങ്ങൾ ഖുർആനിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നില്ലേ? അതിൻ്റെ അക്ഷരങ്ങളെ, അതിൻ്റെ വരികളെ, അതിൻ്റെ അമാനുഷികതയെക്കുറിച്ച്, അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, ഖുർആൻ അടക്കി വെച്ച അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ആ ഖുർആൻ നമ്മൾ ആലോചിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥതലങ്ങളിൽ ചിന്തിക്കുന്നുവെങ്കിൽ, ഹൃദയത്തിൽ ഒരു തരിമ്പെങ്കിൽ ഈമാൻ ബാക്കിയുള്ളവൻ ആ ഖുർആനിൻ്റെ മുന്നിൽ കരഞ്ഞു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുമ്പോൾ അസീസുൻ ക അസീസിൽ മുർജൽ, അവിടുന്ന് ചീനച്ചട്ടിയിലെ കടുക് പൊട്ടുന്ന പോലെ പ്രവാചകൻ പൊട്ടി പൊട്ടി കരയണത് ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് പ്രവാചകൻ്റെ പിന്നിൽ നിൽക്കുന്ന സ്വഹാബത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അവിടുത്തെ ഏതെല്ലാം മിമ്പറുകളിൽ നിന്ന് തേങ്ങുന്ന, പൊട്ടിപ്പൊട്ടി കരയുന്ന ചിത്രങ്ങൾ ഞങ്ങളുടെ മദീനത്തെ പള്ളിയിൽ കണ്ടിരുന്നു എന്ന് പറയുന്നത് സ്വഹാബത്താണ്. മിന്നിൽ നിന്ന് സൊഫുകളിൽ നിന്നും പ്രവാചകൻ ഖുർആനിൻ്റെ വാക്യങ്ങൾ ഓതിത്തുടങ്ങിയാൽ സ്വഹാബത്തിൻ്റെ അർത്ഥമാലോചിച്ച് കരയാൻ തുടങ്ങും. അതാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന അദാബ റബ്ബിക ലവാഖിഅ എന്ന ആയത്ത് കേൾക്കുമ്പോൾ ബോധരഹിതനായി വീണു എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ ശിക്ഷ, അള്ളാഹുവിൻ്റെ ശിക്ഷ, കഠിനമായ ശിക്ഷകൾ സംഭവിക്കും എന്ന് ഉമറിനോട് സംസാരിക്കും പോലെ ഉമർ റളിയല്ലാഹുവിന് തോന്നി. ആ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണു എന്ന് ചരിത്രത്തിൽ വായിക്കുകയാണ്. ഓരോ ആയത്തുകളും ഓരോ അർത്ഥങ്ങളും അതിനെക്കുറിച്ച് ചിന്തിച്ചും മനസ്സിലാക്കിയുമാണ് ഖുർആനിൻ്റെ വരികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. നമ്മൾ പലപ്പോഴും അതിൻ്റെ വായനകളിലൂടെ മാത്രം കടന്നു പോകരുത്. നമ്മൾ അക്ഷരങ്ങൾ വായിച്ചു പോകണം, അതിൽ പ്രതിഫലമുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കണം, അല്ല അതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രദ്ധിക്കണം. ഓരോ ആയത്തുകളും മണിക്കൂർ കണക്കിന് ചിന്തിക്കാൻ മാത്രം, ഓരോ പേജുകൾ മറിക്കുമ്പോഴും മണിക്കൂർ കണക്കിന് സമയം അതിൽ കൂടുതൽ ചിന്തിച്ച് നമ്മൾ കടന്നു പോകാൻ നമുക്ക് ഖുർആനിൻ്റെ മുന്നിൽ സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ഹൃദയമൊന്ന് അലിഞ്ഞു പോവുക, നമ്മൾ ഖുർആനിനോടൊന്ന് ലയിച്ചു ചേരുക, ഖുർആൻ ഒരു ലഹരിയായി നമുക്ക് മാറുക. പിന്നീട് ഖുർആനിൽ നിന്നും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം
മുൻഗാമികൾ എങ്ങനെയാണ് ഇത്രയധികം ഖുർആൻ പാരായണം ചെയ്തിരുന്നത്, ഇത്രയും സമയം എങ്ങനെയാണ് ഖുർആനിൻ്റെ മുന്നിൽ ചെലവഴിച്ചിരുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്ന് ഈ അടുത്ത കാലത്തൊരു സലഫി പണ്ഡിതൻ അദ്ദേഹം നടത്തുന്ന ഒരു ക്ലാസ്സിൽ കാണാം. പക്ഷേ എനിക്ക് ഈ സമയത്ത് ആ സംശയം അദ്ദേഹം പറയാണ്, എനിക്ക് ഈ സമയത്ത് ആ സംശയം മാറിക്കിട്ടി. കാരണം ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും മണിക്കൂറണക്കിന് സമയം ഇരിക്കുന്നു. ഇതിനേക്കാളുമേറെ അവർ ഖുർആനിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഖുർആൻ അത് ആലോചിക്കുക, അത് പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക, അത് ദീർഘമായി പാരായണം ചെയ്യുക, ഇതൊക്കെ ഖുർആനിനോട് കാണിക്കേണ്ട ബാധ്യതയാണ്. അത് നമ്മൾ കൂടുതൽ ഊഷ്മളമായി നിർവഹിക്കേണ്ട ഒരു പവിത്രമായ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അത് ഖുർആനിൻ്റെ മാസമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മാസം പരിശുദ്ധ റമളാനാണ്. ഖുർആനിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പരാമർശങ്ങൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്കൊരു വെളിച്ചമായി മാറേണ്ട, നമ്മുടെ ഹൃദയങ്ങൾക്കൊരു തണലായി, ഒരു വസന്തമായി, ഒരു കുളിരായി മാറേണ്ട ഒരു ഗ്രന്ഥമാണ്. നമുക്ക് അത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ ഖുർആനിനോടുള്ള ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കുകയും അതിനോടുള്ള ബാധ്യതകൾ വർദ്ധിപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സ് തുറന്നു തരുന്നതുവരെ നമ്മൾ ഖുർആനിനോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതല്ലാത്ത മറ്റൊരു പരിഹാരമില്ല. നമ്മൾ ആ ഖുർആനിന് മുന്നിൽ ഹൃദയം തുറന്നു തരണം. അങ്ങനെ തുറന്നു കിട്ടുന്നത് വരെ നമ്മൾ ഖുർആനിൻ്റെ മുന്നിൽ സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളത് പാരായണം ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം, അത് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം തുറന്നു തരും. അതൊരു വെളിച്ചമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വീശും. ഖുർആൻ ഒരു ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു നനവായി, ഒരു കുളിരായി, ഒരു പ്രകാശമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാറ്റിത്തരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഖുർആനിനോടുള്ള എല്ലാ ബാധ്യതകളും നമ്മൾ കൃത്യമായി നിർവഹിക്കാൻ ഈ പവിത്രമായ മാസത്തിലെങ്കിലും കൂടുതലായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ സമയങ്ങളിലും അത് നിർവഹിക്കേണ്ടതാണ്. പക്ഷേ ഇത് റമളാൻ്റെ മാസമായതുകൊണ്ടും ഇത് പരിശുദ്ധ ഖുർആൻ്റെ മാസമായതുകൊണ്ടും അത് കൂടുതലായി ബന്ധം ഊട്ടിയുറപ്പിച്ച് അത് മറ്റു മാസങ്ങളിലേക്കൊരു ചൈതന്യം നേടിയെടുക്കാനുള്ളൊരു മാസമായി ഇതിനെ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് പുറമെ നമ്മൾ ഖുർആനോട് കാണിക്കേണ്ട മറ്റൊരു ബാധ്യതയാണ് ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതിനേക്കാളും ഉപരി ഖുർആൻ ജീവിതത്തിൽ പകർത്തുക, അത് ജീവിതത്തിൻ്റെ ഭാഗ്യമാക്കി മാറ്റുക. ഖുർആനിൻ്റെ വരികൾക്ക് മുന്നിൽ എല്ലാം ഒതുങ്ങിക്കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു മതത്തിൻ്റെ നിയമമാണ്, ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ള രസങ്ങൾക്കും മധുരങ്ങൾക്കും കളറുകൾക്കും എല്ലാം എതിരാണെങ്കിലും ഖുർആൻ പറഞ്ഞതിനെ അനുസരിക്കുക എന്നതാണ് വിശ്വാസികളുടെ നിലപാട്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ എതിർപ്പുകളുണ്ടായാലും ഞാനത് സ്വീകരിക്കും എന്ന ചിന്തയാണ് വിശ്വാസികൾക്ക് ഈ സമയത്തുണ്ടാകേണ്ടത്. അതാണ് സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിറങ്ങുമ്പോഴേക്കും അവർ ചുണ്ടുകളിലേക്ക് വെച്ച കോപ്പകൾ തച്ചുടച്ച് അവർ ശേഖരിച്ചു വെച്ചിരുന്ന മുഴുവൻ കള്ളിൻ്റെ കൂമ്പാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവർ ഖുർആനിൻ്റെ വഴികളിലേക്ക് മടങ്ങുന്ന ചിത്രം നമ്മൾ കാണാൻ സാധിക്കുന്നു. ഖുർആൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ എതിർപ്പുമില്ലാതെ അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, മദ്യം ഉപയോഗിക്കുന്നവർ, സിഗരറ്റ് ഉപയോഗിക്കുന്നവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ ആയത്തുകൾക്ക് മുന്നിൽ അത് വലിച്ചെറിഞ്ഞ് ഖുർആൻ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ പരിശുദ്ധ മതത്തിൽ തൃപ്തിപ്പെട്ട് അതിൽ സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വിധികളും ഇതിൻ്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായും അനുസരിക്കാൻ
നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഈ നാടിലുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരാണെങ്കിലും അനുകൂലമാണെങ്കിലും ഖുർആൻ പറഞ്ഞാൽ ഹദീസുകളിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ഒരു 10 ആയത്ത് പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തിയതിനു ശേഷമാണ് 11ാമത്തെ ആയത്തിലേക്ക് അവർ കടക്കാറുണ്ടായിരുന്നത്. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചു തീർത്തത് 9 വർഷം കൊണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം സൂറത്തുൽ ബഖറ പഠിക്കാൻ 9 വർഷത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ചിന്തിച്ചും പഠിച്ചും അത് മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തിയുമൊക്കെയാണ് അവർ ഓരോ ആയത്തുകൾ പഠിച്ചു പോകുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷങ്ങൾ കൊണ്ടായിരുന്നു സൂറത്തുൽ ബഖറ പഠിച്ചത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തൊക്കെ അങ്ങനെയാണ്. ഓരോ ആയത്ത് പഠിച്ചാൽ ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടാണ് മറ്റൊരായത്തിലേക്ക് കടക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ ഖുർആനിനെ സമീപിക്കാറുണ്ടോ? ഖുർആനിനോട് എല്ലാ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ നിർബന്ധിതരാകാറുണ്ടോ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കുക. അതേപോലെ തന്നെ ഖുർആനിനോട് കാണിക്കേണ്ട മറ്റൊരു ബാധ്യതയാണ് ഖുർആനിൻ്റെ സേവകനായി നമ്മൾ മാറുക. ഖുർആനിനോട് സേവനം കാണിക്കുക. ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. നമ്മൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം പിൻപറ്റുന്ന ആളുകളാകരുത്. നമ്മൾ ഈ പള്ളി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ ആകരുത്. നമ്മൾ നിസ്കരിക്കാൻ വരുന്നു, ക്ലാസ് കേൾക്കുന്നു, ഇങ്ങനെ ഇതിൻ്റെ ആനുകൂല്യങ്ങളിൽ മാത്രം ജീവിക്കുക. പള്ളിൻ്റെ നടത്തിപ്പുകാരായി മാറുക, ഖുർആൻ പ്രബോധനം ചെയ്യുന്ന ആളുകളായി മാറുക, അതിൻ്റെ മുന്നിൽ നടക്കാൻ കഴിയുക. അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ആരോഗ്യകരമായും നമ്മളതിനു വേണ്ടി സമയം ചെലവഴിക്കുക. ഇതൊക്കെയാണ് ഖുർആനിന് വേണ്ടി സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുക, അത്തരം പ്രബോധന സംരംഭങ്ങളെ സഹായിക്കുക, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊരു ബാധ്യതയാണ് ഖുർആനിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഖുർആനെ നമ്മൾ ബഹുമാനിക്കേണ്ട ഗ്രന്ഥമാണ്. മറ്റൊരു ഇതര ഗ്രന്ഥങ്ങളെപ്പോലെയല്ല, മറ്റൊരു സാധാരണ ഗ്രന്ഥം പോലെയല്ല, അത് ബഹുമാനിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. പരമാവധി വുളുവോടുകൂടി തന്നെ ഖുർആൻ തൊടാൻ ശ്രമിക്കുക. വുളുവോടുകൂടി തൊടൽ നിർബന്ധമല്ല, എങ്കിലും ഒരു പവിത്രമായൊരു കാര്യമാണ്. വുളുവോടുകൂടി തൊടുക എന്നതാണ് 4 മദ്ഹബിലും അതിൽ 4 മദ്ഹബും ഐക്യകണ്ഠേന രേഖപ്പെടുത്തിയൊരു കാര്യം. ഖുർആൻ തൊടുമ്പോൾ വുളുവോടുകൂടി തൊടുക എന്നുള്ളതാണ്. പക്ഷെ നിർബന്ധമായി അതിന് പ്രത്യേകമായ ഹദീസോ ആയത്തോ വന്നിട്ടില്ലാത്തതുകൊണ്ട് നിർബന്ധമാണ് എന്ന് സലഫികൾ പറയാറില്ല. പക്ഷേ പരമാവധി ഖുർആൻ തൊടുമ്പോൾ നമ്മൾ വുളുവോടുകൂടി അദബോടുകൂടി മര്യാദയോടുകൂടി അതിനെ സമീപിക്കുക എന്നൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ഖുർആൻ നിലത്ത് വെക്കാതിരിക്കുക, അതിനെ ചവിട്ടാതിരിക്കുക, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഒരു ഗ്രന്ഥം നമ്മുടെ നാട്ടിൽ പരിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് ബഹുമാനിക്കപ്പെടുന്നത് അതുപോലെ നമ്മളും ബഹുമാനിക്കുക എന്നത് നമ്മൾ അതിനോട് കാണിക്കേണ്ട ബാധ്യതയാണ്. സാധാരണ ഗ്രന്ഥം പോലെ അതിനെ സമീപിച്ചുകൂടാ എന്ന് ഈ അവസരത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ നൽകിയ പവിത്രതകളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത കുറേ മനുഷ്യർ, അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദീനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ അസാത്തിനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.